ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, ഭാരതീയ സാക്ഷ്യ നിയമം എന്നിവയാണ് നാളെ മുതൽ പ്രാബല്യത്തിൽ വരിക. എന്നാൽ പുതിയ നിയമങ്ങൾ നടപ്പിലാക്കാനുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയായിട്ടില്ല എന്ന് പോലീസ് സേനയിൽ നിന്നുൾപ്പെടെ ചൂണ്ടിക്കാട്ടലുണ്ട്. 3 നിയമവും കഴിഞ്ഞ ഫെബ്രുവരിയിൽ വിജ്ഞാപനം ചെയ്തതാണ്. ചില പരിശീലന പരിപാടികൾ താഴെത്തട്ടിൽ പോലീസുകാർക്കുൾപ്പെടെ നടത്തിയെങ്കിലും അത് പ്രതീക്ഷിച്ച് ഗുണം ചെയ്തില്ല എന്ന വിലയിരുത്തലുണ്ട്. ഇപ്പോൾ ഈ സെറ്റ് ഓഫ് നിയമങ്ങൾ വരുമ്പോൾ അതിനകത്ത് നമുക്ക് ആർക്കും അറിയില്ല നമ്മൾ എന്താ ചെയ്യാൻ പോണത്, അത് കുറ്റമായി മാറുമോ എന്നുള്ളതൊന്നും നമുക്കറിയില്ല. ഇതെല്ലാം കോടതി കയറി ഇറങ്ങേണ്ട ഒരവസ്ഥയാണ് വരുന്നത്. ഇത് കോടതി കയറി ഇറങ്ങി വരുമ്പോഴേക്കും ചിലപ്പോൾ 10 കൊല്ലം കഴിയും, 20 കൊല്ലം കഴിയും, ചിലപ്പോൾ ഒരു വ്യക്തത വരാൻ തന്നെ. അത് തന്നെയാണ് ഒരു ജനാധിപത്യ രാജ്യത്ത് ഒരു പോലീസ് രാജ്യം തിരിച്ചു വരുന്ന രീതിയിലേക്കുള്ള ഒരു സംഭവം ഇതിനകത്തേക്ക് വരാൻ സാധ്യതയുണ്ട്. അറ്റ്ലീസ്റ്റ് ഒരു 10 വർഷം 20 വർഷത്തേക്ക് കോടതി വ്യക്തത വരുത്തുന്നത് വരെ. നേരത്തെ പ്രതിപക്ഷ എംപിമാരെ കൂട്ടത്തോടെ സസ്പെൻഡ് ചെയ്ത പാർലമെന്റ് സമ്മേളനത്തിലാണ് 3 സുപ്രധാന ബില്ലുകളും സർക്കാർ പാസാക്കിയെടുത്തത്. അത് പാർലമെന്റിനെ നോക്കുകുത്തിയാക്കിയതിന് തുല്യമാണ് എന്ന് അന്ന് തന്നെ പ്രതിപക്ഷം ആരോപണം ഉന്നയിക്കുകയും ചെയ്തു. 3 നിയമങ്ങളും വീണ്ടും പാർലമെന്റ് പരിഗണിക്കണമെന്ന് തൃണമൂൽ കോൺഗ്രസും പാർലമെന്റിന്റെ ആഭ്യന്തര മന്ത്രാലയ സ്ഥിരം സമിതി പരിശോധിച്ച ശേഷമേ പ്രാബല്യത്തിൽ വരുത്താവൂ എന്ന് കോൺഗ്രസും ആവശ്യപ്പെടുന്നു. UAPA ഉള്ള ഒഫൻസിൽ ഒരുപാട് സംഗതി UAP ആക്ടിൽ പറയുന്നുണ്ട്. ആ ആക്ടിൽ പറയുന്ന പല കാര്യങ്ങളുമാണ് ഇപ്പോൾ പുതിയ ചട്ടങ്ങളിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 തരത്തിൽ 2 സ്ഥലത്തും ഒരാൾ കുറ്റക്കാരനായി മാറുകയാണ്, 2 നിയമത്തിൻ്റെ അടിയിൽ കുറ്റക്കാരനായി മാറുകയാണ്. അപ്പോൾ ഇതെല്ലാം ഭരണഘടന അനുവദിക്കുന്നതല്ല, സുപ്രീം കോടതി വിധിന്യായങ്ങൾ കൂടി അനുവദിക്കുന്നതല്ല. അപ്പോൾ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും ഈ സംഗതിയിലൂടെ മറികടക്കാനുള്ള ശ്രമം പോലും സർക്കാർ നടത്തുന്നു എന്നുള്ളതാണ് വേറൊരു കാര്യം. NDA സഖ്യപാർട്ടികൾക്ക് മേൽ സമ്മർദ്ദം ചെലുത്തി നിയമം പ്രാബല്യത്തിൽ വരുന്നത് നീട്ടിവെപ്പിക്കാനും ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. എന്നാൽ സർക്കാർ പിന്നോട്ടു പോകില്ല എന്ന നിലപാടിലാണ്. ഡൽഹിയിൽ നിന്ന് അനൂപ് ദാസ്, മാതൃഭൂമി ന്യൂസ്.